ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസുവിന് ജാമ്യാപേക്ഷയിൽ വിധി ഇന്ന്. മുൻ ദേവസ്വം കമ്മീഷണർ KS ബൈജുവിന്റെ ജാമ്യ ഹർജിയും കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് സുപ്രീം കോടതിയിലെത്തുകയാണ്. വിശദാംശങ്ങളുമായി സൂര്യഗായത്രി കൊല്ലത്തു നിന്നും, ഒപ്പം തന്നെ റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്നും, ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്നും ചേരുകയാണ്. ആദ്യം നമ്മൾ പോകുന്നത് കൊല്ലത്ത് സൂര്യഗായത്രിയിലേക്കാണ്. സൂര്യ, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ എൻ വാസുവിന്റെയും KS ബൈജുവിന്റെയും ജാമ്യാപേക്ഷ കോടതിയിലെത്തുന്നു, വിവരങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന ആൻഡ് ഹാഷ്മി. എൻ വാസു കൂടി സ്വർണ്ണക്കൊള്ള കേസിൽ ഇന്നിപ്പോൾ പുറത്തേക്കോ എന്നുള്ള ചോദ്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് 4 പ്രതികൾ ഇതിനോടകം തന്നെ പുറത്തിറങ്ങിക്കഴിഞ്ഞു. 3 പേർ സ്വാഭാവിക ജാമ്യത്തിലാണ് പുറത്തിറങ്ങിയത്. എൻ വാസുവും 90 ദിവസത്തെ തന്റെ റിമാൻഡ് കാലാവധി പൂർത്തിയായ ഘട്ടത്തിൽ സ്വാഭാവിക ജാമ്യ ഹർജിയാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ നൽകിയിട്ടുണ്ടായിരുന്നത്. അതിൽ വിധി കേട്ട കോടതി ഇന്നിപ്പോൾ എൻ വാസുവിന്റെ ജാമ്യ ഹർജിയിൽ ഉത്തരവ് പുറപ്പെടുവിക്കും. നവംബർ 11-നാണ് എൻ വാസു കട്ടിളപ്പാളി കേസിൽ അറസ്റ്റിലാകുന്നത്. അതേ തുടർന്ന് ഇപ്പോൾ 90 ദിവസത്തെ റിമാൻഡ് കാലാവധി പൂർത്തിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും SIT കുറ്റപത്രം സമർപ്പിക്കാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നതിനാൽ സ്വാഭാവിക ജാമ്യം നിഷേധിക്കപ്പെടേണ്ട ഒരു സാഹചര്യവും ഇപ്പം ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവർക്ക് എങ്ങനെയാണോ സ്വാഭാവിക ജാമ്യം ലഭിച്ചിട്ടുണ്ടായിരുന്നത്, അതുപോലെ തന്നെ എൻ വാസുവിനും ഇന്നിപ്പോൾ സ്വാഭാവിക ജാമ്യം പ്രതീക്ഷിക്കാം എന്നുള്ളത് തന്നെയാണ് പറയേണ്ടത്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും കമ്മീഷണറുമായിരുന്നു എൻ വാസു. അതുപോലെ തന്നെ KS ബൈജുവിന്റെ ജാമ്യ ഹർജിയും ഇന്നിപ്പോൾ കോടതി പരിഗണിക്കുന്നുണ്ട്. ബൈജുവിനും അടുത്ത ദിവസങ്ങളിൽ തന്നെ സ്വാഭാവിക ജാമ്യത്തിന് ഹർജി കോടതിയിൽ നൽകാൻ കഴിയുമെന്നുള്ളതാണ്. ഈ സാഹചര്യത്തിൽ കടുത്ത വിമർശനം SITക്കെതിരെ ഉയർന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കാരണം കുറ്റപത്രം ഇതുവരെയും സമർപ്പിക്കാത്ത ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ പ്രതികൾക്കൊക്കെ തന്നെ സ്വാഭാവിക ജാമ്യം അനുവദിച്ച് നൽകുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ കട്ടിളപ്പാളി കേസിൽ 3-ാം പ്രതിയായിട്ടുള്ള എൻ വാസുവിനും അടുത്ത ദിവസങ്ങളിൽ മറ്റ് പ്രതികൾക്കും കൂടി സ്വാഭാവിക ജാമ്യം നൽകുകയാണെങ്കിൽ അത് SITക്കെതിരെ വലിയ വിമർശനം ഉയരുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കും. എന്തായാലും എൻ വാസുവിന് ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഇന്നിപ്പോൾ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഉത്തരവ് വരുമ്പോൾ അറിയാം. എന്തായാലും ജാമ്യം ലഭിക്കാത്ത രീതിയിലുള്ള സാഹചര്യം ഒന്നും തന്നെ ഇപ്പോൾ നിലനിൽക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ പ്രതികളൊക്കെ എങ്ങനെയാണോ സ്വാഭാവിക ജാമ്യം ലഭിച്ച് പുറത്തേക്ക് ഇറങ്ങിയത്, അതുപോലെ തന്നെ എൻ വാസുവിനും അത്തരത്തിൽ സ്വാഭാവിക ജാമ്യം ലഭിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്ന അനുകൂല സാഹചര്യം തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഓക്കെ, സൂര്യഗായത്രി കൊല്ലത്തു നിന്ന് ജാമ്യ ഹർജിയുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു. എൻ വാസു KS ബൈജുവിന്റെ ജാമ്യാപേക്ഷയിലാണ് തീരുമാനം ഉണ്ടാവുക. റിനോ ശ്രീധർ കൂടി ചേരുന്നു. റിനോ, വാസു ആവട്ടെ, പത്മകുമാർ ആവട്ടെ, ബാക്കിയൊക്കെയുള്ള പ്രതികളാവട്ടെ, കുറ്റപത്രത്തിന്റെ അഭാവത്തിൽ ജാമ്യം കിട്ടി പുറത്തേക്ക് പോകുന്നതിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. അതിന് SIT കോടതിയിൽ പുതിയതായി എന്തൊക്കെ പറഞ്ഞാലും സ്വാഭാവിക ജാമ്യം അവർക്ക് നിഷേധിക്കാൻ കഴിയില്ല നിലപാട് കോടതി സ്വീകരിക്കാനേ തരവുള്ളൂ. അങ്ങനെ ഓരോരോ പ്രതികൾ ജാമ്യം കിട്ടി പുറത്തേക്ക് പോകുന്നു. കുറ്റപത്രം ഇപ്പോഴും ആവുന്നില്ല. SITയുടെ പ്ലാൻ എന്താണ്? മറ്റേ കൊടിമരത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്ലാൻ എന്താണ്? റിനു. ഹാഷ്മി, സൂര്യഗായത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ 5-ാമത്തെ ആള് സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തേക്ക് ഇറങ്ങുകയാണ് എൻ വാസു. KS ബൈജുവിന് കൂടി ജാമ്യം ലഭിക്കുകയാണെങ്കിൽ അത് 6 പേരായി മാറും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പക്ഷേ നിലവിൽ ഒരു ഇടപെടലിലേക്ക് പോകുവാൻ വേണ്ടി SITക്ക് ആകുന്നില്ല. നിർണായകമായിട്ടുള്ള കുറ്റപത്രം അതെന്ന് സമർപ്പിക്കുമെന്നും അറിയില്ല. തന്ത്രി ഉൾപ്പെടെയുള്ളവർ സ്വാഭാവിക ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുന്നതിന് മുമ്പ് തടയിട്ടുകൊണ്ട് ഒരു ഇടപെടൽ നടത്തുവാൻ വേണ്ടി കുറ്റപത്രം സമർപ്പിക്കുമെന്നുള്ളതാണ്. എന്തായാലും ഈ ആഴ്ച കൃത്യമായി തന്നെ ഒരു റിപ്പോർട്ട് കൂടി ഹൈക്കോടതിയിൽ ഈ അന്വേഷണ റിപ്പോർട്ട് കൂടി സമർപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഏറ്റവും പ്രധാനം അഡ്വക്കേറ്റ് കമ്മീഷണർ ASP കുറുപ്പിന്റെ ഇടപെടലാണ്. എന്താ ഒരു രീതിയിലുള്ള രേഖകളും കൃത്യമായി പാലിക്കാതെ ഈ സ്വർണം നടന്മാരിൽ നിന്ന് വാങ്ങിയത് അടക്കമുള്ള ഒരു വിവരം അദ്ദേഹത്തിന് അത് വലിയ രീതിയിൽ വിമർശനം ഉയരുകയും അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഒരു നിലപാടിലേക്ക് ഇപ്പോൾ വിവരങ്ങൾ വരികയും ചെയ്യുന്നുണ്ട്. എന്തായാലും കൂടുതൽ ഇടപെടലുകൾ ശബരിമലയിൽ ഈ സ്വർണ്ണ കൈമാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നു എന്നുള്ളത് തന്നെയാണ് ഓരോ ദിവസവും പുറത്തു വരുന്ന വിവരങ്ങളും വാർത്ത. എന്തായാലും ASP കുറുപ്പിന്റെ ഇടപെടലിൽ കൃത്യമായിട്ട് തന്നെ അന്വേഷണം SITയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല. അദ്ദേഹത്തിന്റെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തുവാൻ വേണ്ടി ഒരു ഇടപെടൽ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തുവാനുള്ള ഒരു ഇടപെടൽ SIT പോകുന്നുണ്ട്. ഒപ്പം ജയറാമിനെ ED അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഇതുവരെ 11 പേർക്കാണ് നോട്ടീസ് അയച്ചിട്ടുള്ളത്. ഈ ED അടുത്ത ചൊവ്വാഴ്ച ജയറാമ EDയുടെ മുന്നിൽ
ഹാജരാകണമെന്നുള്ളതാണ് നോട്ടീസിൽ പറയുന്നത്. അദ്ദേഹം കൊച്ചിയിൽ ED ഓഫീസിൽ ഹാജരാകുമെന്നുള്ള ഒരു വിവരവും ലഭിക്കുന്നു. ഇങ്ങനെ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് SITയും EDയും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. ഇന്നലെയാണ് കൃത്യമായി തന്നെ ചില വിവരങ്ങൾ പുറത്തു വന്നത്. തന്ത്രിയുടെ ഈ സാമ്പത്തിക ബന്ധങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭാര്യയുടെ പേരിൽ തന്നെ 62 ലക്ഷം രൂപ, 2 കോടിയിലധികം രൂപയുടെ സമ്പാദ്യമാണ് തന്ത്രിക്കുള്ളത് എന്നുള്ളതാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇങ്ങനെ വലിയ രീതിയിൽ ശബരിമല സ്വർണം അടിച്ചു മാറ്റിക്കൊണ്ട് ഒരു സാമ്പത്തിക നേട്ടം പ്രതികളിൽ പലരും ഉണ്ടാക്കി എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നതും കണ്ടെത്തിയതും കോടതിയിൽ റിപ്പോർട്ടായി നൽകിയിട്ടുള്ളതും. വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും. ഹാഷ്മി. ഓക്കെ, റിനു ശ്രീധറാണ് തിരുവനന്തപുരത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഇനി നമ്മൾ പോകുന്നത് ഡൽഹിയിലേക്കാണ്. ബൽറാം നെടുങ്ങാടിയുണ്ട്. ബൽറാം, വെരി ഗുഡ് മോർണിംഗ്. ജയശ്രീ മുൻകൂർ ജാമ്യാപേക്ഷയാണ് നൽകിയിരിക്കുന്നത്. ആരോഗ്യ കാരണങ്ങളാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് മനസ്സിലാക്കുന്നു. ഹൈക്കോടതി തള്ളിയതാണ്. എപ്പോഴാണ് സുപ്രീം കോടതി ഇത് പരിഗണിക്കുക? മറ്റു വിവരങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, ഹാഷ്മി. ശബരിമല സ്വർണ്ണക്കേസ് കൊള്ളക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻ ദേവസ്വം സെക്രട്ടറി ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുകയാണ്. ദിബാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ചാണ് ഈ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നത്. കഴിഞ്ഞ തവണ ജയശ്രീ മുൻകൂർ ജാമ്യാപേക്ഷയുമായി സുപ്രീം കോടതിയിലെത്തിയ ഘട്ടത്തിൽ അവരുടെ അറസ്റ്റ് സുപ്രീം കോടതി തടഞ്ഞിരുന്നു. തുടർന്ന് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ ജയശ്രീക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജയശ്രീ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായിട്ടുണ്ട്. എന്നാൽ ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് മുൻപായി തന്നെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി പരിഗണിക്കും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. നേരത്തെ ഹൈക്കോടതി ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ നിന്നും എന്തായിരിക്കും ഇതിന്റെ തീരുമാനം എന്നുള്ളത് ഏറെ നിർണായകമാണ്. ഓക്കെ, ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഡൽഹിയുടെ അന്തരീക്ഷവും കാലാവസ്ഥയും അത്ര നല്ലതല്ല. ഇപ്പോഴും അതിങ്ങനെ മൂടി നിൽക്കുന്നത് കാണാം. അത് കേവലം മഞ്ഞാണെന്ന് മാത്രം കരുതരുത്. അതിനകത്ത് മാലിന്യമൊക്കെ ഉണ്ട്. ഡൽഹി മാത്രമല്ല, കൊച്ചിയിലും ഏതാണ്ട് സമാനമായ അവസ്ഥയിലോ കാര്യങ്ങൾ പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഈ പറയുന്ന ഇന്നലെ ഗോവർദ്ധന്റെ ജാമ്യം തള്ളിയതാണ് സുപ്രീം കോടതി. നേരത്തെ ജാമ്യങ്ങൾ തള്ളുമ്പോൾ കടുത്ത വിമർശനങ്ങൾ, നിങ്ങൾ ഭഗവാനെ വരെ അടിച്ചു മാറ്റിയില്ലേ എന്നടക്കമുള്ള വിമർശനങ്ങൾ സുപ്രീം കോടതി പറഞ്ഞതാണ്. അപ്പോൾ എന്താകും എന്ന് കാത്തിരുന്ന് കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.